നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം ഡിഗ്രി സെക്കൻഡ് സെമ്മിലെ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന സബ്ജക്റ്റാണ്. അതിൻ്റെ മൊഡ്യൂൾ 3C ആയിട്ടുള്ള ലോ ഓഫ് ഏജൻസി ആണ് എടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ലോ ഓഫ് ഏജൻസി എന്താണെന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ എന്താണ് ഈ ലോ ഓഫ് ഏജൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പം നമുക്കറിയാം, ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ ഒരാളെ കൊണ്ട് തന്നെ ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ ബർഡൻ ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ പല ഡീലിങ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരാൾ തന്നെ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നൊരു സന്ദർഭം വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മറ്റൊരാളെ ഏൽപ്പിച്ചാൽ അത് നമുക്ക് കുറെ കൂടി എളുപ്പമായിട്ട് വരും. അപ്പം അങ്ങനെ വരുമ്പം, അതായത് ഒരാൾ ചെയ്യേണ്ട ജോലി മറ്റൊരാൾ വഴി ചെയ്യിപ്പിക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ചെയ്യിപ്പിക്കുന്ന ആളെ നമുക്ക് ഏജന്റ് എന്ന് പറയും. കാരണം നമ്മൾ ചെയ്യേണ്ട ജോലി നമുക്ക് വേണ്ടിയിട്ട് ഒരാളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഒരു മീഡിയേറ്ററിലൂടെയാണ് നമ്മൾ ആ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നത്. അപ്പം അയാളെ നമുക്ക് ഏജന്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ട ജോലി ഒരു ഏജന്റിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ അയാളുമായിട്ടുള്ളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ് അല്ലേ. നമ്മളുടെ ജോലി നമ്മളുടെ സാന്നിധ്യത്തിലാണ് അയാൾ ചെയ്യുന്നത് അല്ലേ. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ചെയ്യണം. അപ്പം നമ്മൾ എന്താണോ പറയുന്നത് അതേ ഒരു വാല്യൂ ആയിരിക്കും അയാളുടെ വാക്കുകൾക്കും ഉള്ളത്. അപ്പം കാരണം നമ്മൾക്ക് വേണ്ടി ചെയ്യണം. അപ്പം അതുകൊണ്ട് തന്നെ അവിടെയും ഒരു കോൺട്രാക്റ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പം അതാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മളൊരു ഏജന്റിനെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കുമ്പോൾ അതിന് എന്തെല്ലാം വാലിഡിറ്റിയാണുള്ളത്, ആ കോൺട്രാക്റ്റിന് എന്തെല്ലാം കാര്യങ്ങൾ വേണം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ എന്താണ് ലോ ഓഫ് ഏജൻസി, അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും ഒക്കെ തന്നെ നമുക്ക് ആദ്യം നോക്കാം. ദ പേഴ്സൺ ഹു ആക്ട് ഓൺ ബിഹാഫ് ഓഫ് സം അതർ പേഴ്സൺ, അതായത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അയാൾക്ക് പകരമായിട്ട് ഒരു വ്യക്തി പ്രവർത്തിക്കുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഏജന്റ് എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഓൺ ഹൂ ബിഹാവ് ദി ഏജന്റ് ഈസ് നോൺ ആസ് പ്രിൻസിപ്പൽ, ആർക്ക് വേണ്ടിയിട്ടാണോ ഏജന്റ് പ്രവർത്തിക്കുന്നത് ആ വ്യക്തിയെ നമുക്ക് പ്രിൻസിപ്പൽ എന്നും പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ എൻ്റെ ജോലി വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആ വ്യക്തി ഏജന്റ് എന്നും ആ ജോലി ചെയ്യിപ്പിക്കാൻ ഏൽപ്പിച്ച എന്നെ പ്രിൻസിപ്പൽ എന്നും പറയാൻ സാധിക്കും. ഇപ്പം എൻ്റെ ജോലിയാണ് ഒരു ഏജന്റ് ചെയ്യുന്നത്. അപ്പം ആ ഏജന്റിനെ സംബന്ധിച്ച് ഞാനാണ് പ്രിൻസിപ്പൽ, അതിൻ്റെ റിയൽ ഓണർ ഞാനാണ്. അപ്പം എന്നെ പ്രിൻസിപ്പൽ എന്നും പറയാം. ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഏർപ്പാടാക്കിയ ആളെ നമുക്ക് ഏജന്റ് എന്നും പറയാം. അപ്പം ഇവർ തമ്മിലുള്ള ഈ ഒരു പ്രിൻസിപ്പളും ഏജന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമുക്ക് എന്തെന്ന് പറയാം, ലോ ഓഫ് ഏജൻസി എന്ന് പറയാൻ സാധിക്കും. അപ്പം നമ്മൾ നോക്കേണ്ടത് ദ കോൺട്രാക്ട് വിച്ച് ക്രിയേറ്റ് ദ റിലേഷൻഷിപ്പ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ്, ഏജന്റും പ്രിൻസിപ്പളും തമ്മിലുള്ള ബന്ധം, റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന കോൺട്രാക്റ്റിനെ നമുക്ക് കോൺട്രാക്ട് ഓഫ് ഏജൻസി എന്ന് പറയാം. അപ്പം നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 182-ലാണ് നമ്മുടെ കോൺട്രാക്ട് ഓഫ് ഏജൻസിയെ പറ്റി പറയുന്നത്. അപ്പം അതെന്താണെന്ന് നോക്കാം. അപ്പം ഡെഫിനിഷൻ ഇതാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 182 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ആൻ ഏജന്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ പേഴ്സൺ എംപ്ലോയിഡ് ടു ഡു എനി ആക്ട് ഫോർ അനദർ ഓർ ടു റെപ്രസെന്റ് അനദർ ഇൻ ഡീലിംഗ് വിത്ത് തേർഡ് പേഴ്സൺ. അപ്പം നമ്മുടെ സെക്ഷൻ 182-ൽ നമ്മളുടെ ഏജന്റിനെ പറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: എ പേഴ്സൺ എംപ്ലോയിഡ് ടു ഡു എനി ആക്ട് ഫോർ അനദർ, മറ്റൊരാൾക്ക് വേണ്ടി എന്ത് പ്രവൃത്തി ചെയ്യാം എന്ന് ഏറ്റ ഒരാൾ, ഓർ ടു റെപ്രസെന്റ് അനദർ ഇൻ ഡീലിംഗ് വിത്ത് തേർഡ് പേഴ്സൺ, മറ്റൊരാളെ റെപ്രസെന്റ് ചെയ്യുന്ന പ്രതിനിധീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഏതൊരു വ്യക്തിയെയും നമുക്ക് ഏജന്റ് എന്ന് പറയാൻ സാധിക്കും. അതേപോലെ പ്രിൻസിപ്പലിനെയും ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ദി പേഴ്സൺ ഫോർ ഹൂം ആൻ ഏജന്റ് ആക്ട് ഓർ റെപ്രസെന്റ്, ആരെ പ്രതിനിധിച്ചാണോ അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത് അയാളെ നമുക്ക് പ്രിൻസിപ്പൽ എന്നും പറയാൻ സാധിക്കും. അപ്പോൾ ഏജന്റ്, പ്രിൻസിപ്പൽ, ഈ രണ്ട് വ്യക്തികളാണ് കോൺട്രാക്ട് ഓഫ് ഏജൻസിയിൽ വരുന്നത്. ഇനി നമുക്ക് എന്താണ് കോൺട്രാക്ട് ഓഫ് ഏജൻസിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. The employment of one person by another in order to bring the latter into legal relationship with a third person. അപ്പം ഇവിടെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ജോലി ചെയ്യാണ്. അപ്പം അയാൾക്ക് വേണ്ടിയല്ലേ പ്രവർത്തിക്കുകയാണ്. ഇത് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഒരു ലീഗൽ റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അങ്ങനെ ഒരു ലീഗൽ റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ നമുക്ക് കോൺട്രാക്ട് ഓഫ് ഏജൻസി എന്ന് പറയാനും സാധിക്കും. അങ്ങനെ ഈ 3 ഡെഫിനിഷനാണ് നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ 182 മുതൽ പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു കോൺട്രാക്ട് ഓഫ് ഏജൻസി എന്ന് പറയുന്നത് 182 മുതൽ 238 വരെയാണ്. അതിനകത്ത് ഓരോന്നിലുമാണ് മൊത്തത്തിൽ ഇത് പറയുന്നത്. അപ്പം നമുക്കിനി അടുത്തതായിട്ട് പറയാനുള്ളത് കോൺട്രാക്ട് ഓഫ് ഏജൻസിയുടെ വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്ട് ഓഫ് ഏജൻസിക്ക് വേണ്ടുന്ന ലീഗൽ റൂൾസ് ആണ്, അല്ലെങ്കിൽ എസെൻഷ്യൽ എലമെന്റ്സ് ആണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം.
അപ്പോൾ നമുക്ക് ഒരു കോൺട്രാക്ട് ഓഫ് ഏജൻസിക്ക് വേണ്ടുന്ന പിന്നെ എന്താണ് ലീഗൽ റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ദെയർ മസ്റ്റ് ബി ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൽ ആൻഡ് ദി ഏജന്റ്. അതായത് ഇവിടെ കോൺട്രാക്ട് ഓഫ് ഏജൻസി ആവണമെങ്കിൽ ആ പ്രിൻസിപ്പളും ഏജന്റും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. ആ റിലേഷൻഷിപ്പ് ഒരു എഗ്രിമെന്റിന്റെ ബേസിസിലായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കതിനെ കോൺട്രാക്ട് ഓഫ് ഏജൻസി എന്ന് പറയാൻ സാധിക്കൂ. രണ്ടാമത് പറയുന്നത് ദി എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൽ ആൻഡ് ദി ഏജന്റ് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. ആ എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ എക്സ്പ്രസ് ആയിരിക്കണം അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിരിക്കണം. ഒന്നുകിൽ വാക്കാൽ പറയുന്നതോ അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കപ്പെട്ടതോ ആയിരിക്കണം, അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെ ഉണ്ടാവുന്നത് ആയിരിക്കണം. അതായത് an agency may be created by an express agreement, that is the agent is appointed by an agreement in writing or by words of mouth. ഒന്നുകിൽ വാക്കാൽ പറയണം അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള എഗ്രിമെന്റ് ആയിരിക്കണം. ദെൻ മൂന്നാമത് പറയുന്നത് the agent must act in the representative capacity. The agent must act in the representative capacity, that is he must represent his principal and act on his behalf. അപ്പം ഇവിടെ ഏജന്റ് പ്രവർത്തിക്കുന്നത് പ്രിൻസിപ്പലിന് വേണ്ടിയിട്ടാണ്. അതായത് ആ ഒരു പ്രിൻസിപ്പൾ എങ്ങനെയാണോ അയാൾ പറയുന്നതിന് തുല്യമായിട്ടാണ് ഒരു ഏജന്റ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ഇവിടെ പറയുന്നത് ദ ഏജന്റ് മസ്റ്റ് ഹാവ് ദി പവർ ടു ക്രിയേറ്റ് എ ലീഗൽ റിലേഷൻഷിപ്പ് ഓഫ് ഹിസ് പ്രിൻസിപ്പൽ വിത്ത് തേർഡ് പേഴ്സൺ. അപ്പം ഈ പ്രിൻസിപ്പൽ ഏജന്റിനെയും ഒരു തേർഡ് പേഴ്സണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കാണ് ഇവിടുത്തെ ഏജന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രിൻസിപ്പൽ ഏജന്റിന് വേണ്ടിയിട്ട് ഒരു ഏജന്റ് പ്രവർത്തിക്കുമ്പോൾ ആ പ്രിൻസിപ്പൽ ഏജന്റ് എന്തൊക്കെയാണോ കാര്യങ്ങൾ അല്ലെ അയാളുടെ പവർ എന്താണോ അതേ രീതിയിൽ തന്നെ ആ പവറിന് അതേ രീതിയിൽ തന്നെ ഒരു ഏജന്റ് എക്സ്പ്രസ് ചെയ്തിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദി ഏജന്റ് മസ്റ്റ് ആക്ട് ഇൻ ദ റെപ്രസെന്റേറ്റീവ് കപ്പാസിറ്റി. ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് പ്രിൻസിപ്പളിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ഏജന്റ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പളിന്റെ പവർ എന്താണോ ആ പവർ തന്നെ തേർഡ് പേഴ്സണിലോട്ട് എത്തിക്കാനായിട്ട് ഈ ഏജന്റിന് സാധിക്കണം. പിന്നെ പറയുന്നത് ദ പ്രിൻസിപ്പൽ മസ്റ്റ് ബി കോമ്പിറ്റന്റ് ടു കോൺട്രാക്ട്. ഒരു പ്രിൻസിപ്പൽ നമുക്കറിയാം ഒരു കോൺട്രാക്റ്റിൽ ഉള്ള പാർട്ടീസ് കോമ്പിറ്റന്റ് ആയിരിക്കണം എന്ന് നമ്മൾ കോൺട്രാക്ട് പഠിച്ചപ്പോൾ കോൺട്രാക്ട് എസെൻഷ്യൽ എലമെന്റ്സ് പഠിച്ചപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതും ഒരു കോൺട്രാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കോൺട്രാക്റ്റിലെ പ്രിൻസിപ്പൽ എന്തായിരിക്കണം കോമ്പിറ്റന്റ് വ്യക്തി ആയിരിക്കണം. ഇപ്പോൾ കോമ്പിറ്റന്റ് വ്യക്തി എന്ന് പറയുമ്പോൾ മേജർ ആയിരിക്കണം, സൗണ്ട് മൈൻഡഡ് പേഴ്സൺ ആയിരിക്കണം, സോൾവെന്റ് ആയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കോമ്പിറ്റന്റ് പാർട്ടീസ് എന്ന് പറയുന്നത്. അപ്പം ഒരു പ്രിൻസിപ്പൽ എപ്പോഴും എന്തായിരിക്കണം ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കോമ്പിറ്റന്റ് ആയ വ്യക്തിയായിരിക്കണം. അപ്പം എന്താണെന്ന് നോക്കാം. ദ പ്രിൻസിപ്പൽ മസ്റ്റ് ബി സൗണ്ട് മൈൻഡ് പേഴ്സൺ ആൻഡ് ഹാവ് അറ്റൈൻഡ് ദി ഏജ് ഓഫ് മജോറിറ്റി. സൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കണം എന്ന് വെച്ചാൽ മാനസിക ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ള വ്യക്തി ആവാൻ പാടില്ല. അതുപോലെ തന്നെ ഏജ് ഓഫ് മജോറിറ്റി 18 വയസ്സിന് മുകളിലോട്ടുള്ളൊരു വ്യക്തി ആയിരിക്കണം. Thus, a minor or a person of unsound mind cannot be appointed an agent to act on his behalf. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു മൈനറിനോ ഒരു അൺസൗണ്ടഡ് ആയിട്ടുള്ള വ്യക്തിക്ക് ഒരിക്കലും തൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഇല്ല. അപ്പോൾ പ്രിൻസിപ്പൽ ഒരു ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ ആ പ്രിൻസിപ്പൽ എങ്ങനെയായിരിക്കണം മേജർ ആയിരിക്കണം, സൗണ്ട് മൈൻഡഡ് പേഴ്സൺ ആയിരിക്കണം. എന്നാൽ അടുത്ത പോയിന്റിൽ പറയുന്നത് ദി ഏജന്റ് നീഡ് നോട്ട് ബി കോമ്പിറ്റന്റ് ടു കോൺട്രാക്ട്. എന്നാൽ ഒരു ഏജന്റ് എന്ന് പറയുന്ന വ്യക്തി കോമ്പിറ്റന്റ് ആവണം എന്ന് നിർബന്ധമില്ല. അതായത് ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ഏജന്റ് ഷുഡ് ബി കോമ്പിറ്റന്റ് ടു കോൺട്രാക്ട്. ദസ് എനി പേഴ്സൺ മേ ബിക്കം ആൻ ഏജന്റ്. ഈവൻ എ മൈനർ ക്യാൻ ബി അപ്പോയിന്റഡ് ആസ് ആൻ ഏജന്റ് ആൻഡ് ദ പ്രിൻസിപ്പൽ ഷാൽ ബി ബൗണ്ട് ബൈ ആക്ട് ഓഫ് സച്ച് ആൻ ഏജന്റ്. ദി ഏജന്റ് ഷുഡ് ബി ഓഫ് സൗണ്ട് മൈൻഡ് പേഴ്സൺ. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ഏജന്റ് മേജർ ആവണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് എനി പേഴ്സൺ മേ ബിക്കം ആൻ ഏജന്റ് ഈവൻ എ മൈനർ ക്യാൻ ബി അപ്പോയിന്റഡ് ആസ് ആൻ ഏജന്റ് ആൻഡ് ദി പ്രിൻസിപ്പൽ ഷാൽ ബി ബൗണ്ട് ബൈ ദി ആക്ട് ഓഫ് സച്ച് ആൻ ഏജന്റ്. അപ്പം ഇവിടെ ഏജന്റ് എന്ന് പറയുന്ന ആള് ഒരു മൈനർ വേണമെങ്കിലും ആവാം. കാരണം ഇവിടെ ഏജന്റ് അല്ല പ്രവർത്തിക്കുന്നത്. ഏജന്റ് പറയുന്നത് പ്രിൻസിപ്പൾ പറയുന്ന രീതിയിൽ ആണ് ഏജന്റ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത് എപ്പോഴും ആരായിരിക്കും പ്രിൻസിപ്പൽ ആയിരിക്കും. ഏജന്റ് വാക്ക് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ഏജന്റ് എന്ന് പറയുന്ന വ്യക്തി ഒരു മൈനർ ആയാലും പ്രശ്നമില്ല. ദ ഏജന്റ് ഷുഡ് ബി ഓഫ് സൗണ്ട് മൈൻഡ് പേഴ്സൺ. എന്നാൽ ഇവിടെ പറയുന്നത് ഒരു ഏജന്റ് എങ്ങനെ ആയിരിക്കണം സൗണ്ട് മൈൻഡഡ് പേഴ്സൺ ആയിരിക്കണം. മാനസികമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉള്ള വ്യക്തിയാവാൻ പാടില്ല. പക്ഷെ ഒരു മൈനറിന് എന്താവും ഏജന്റ് ആയിട്ട് നിൽക്കാവുന്നതാണ്. ദെൻ ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ദ കൺസിഡറേഷൻ ഈസ് നോട്ട് നെസസറി. No consideration is required for the creation of contract of agency. Contract of agency is valid even without consideration. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഏജന്റിനെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പം ആ ഒരു കോൺട്രാക്റ്റിന്റെ തുടക്ക സമയത്ത് നമ്മളവിടെ കൺസിഡറേഷൻ ഒന്നും പറയുന്നില്ല. അവിടെ കൺസിഡറേഷൻ പറയേണ്ടുന്ന ആവശ്യവും ഇല്ല.
Contract of agency is valid even without consideration. Generally, an agent is remunerated by the way of commission for the service rendered by him. No consideration is required for the validation of the appointment of an agent. നമ്മുടെ ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് കൺസിഡറേഷൻ ഒന്നും കൊടുത്തിട്ടല്ല നമ്മൾ അയാളെ അപ്പോയിന്റ് ചെയ്യുന്നത്. എന്ത് പ്രവൃത്തിയാണോ നമ്മൾ ഏജന്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നത് ആ പ്രവൃത്തി ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അയാൾക്ക് എന്ത് കൊടുക്കുന്നത്, കൺസിഡറേഷൻ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കോൺട്രാക്ട് ഓഫ് ഏജൻസിയുടെ തുടക്കത്തിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡറേഷൻ കൊടുക്കേണ്ടുന്ന കാര്യമില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. നോ കൺസിഡറേഷൻ റിക്വയർഡ് ഫോർ ദി ക്രിയേഷൻ ഓഫ് കോൺട്രാക്ട് ഓഫ് ഏജൻസി. അപ്പോൾ ഒരു കോൺട്രാക്ട് ഓഫ് ഏജൻസി കൺസിഡറേഷൻ ഇല്ല എന്ന് കരുതി അതൊരിക്കലും ഇൻവാലിഡ് ആയിട്ട് മാറുന്നില്ല. അവിടെ കൺസിഡറേഷൻ തുടക്കത്തിൽ വേണമെന്ന് ആവശ്യം. നമ്മളൊരു ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യുമ്പോഴും നമ്മൾ പൈസ ആ സമയത്ത് കൊടുത്തിട്ടല്ല ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ആ ഒരു നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഏജന്റ് എന്ത് കൊടുക്കുന്നത്, ക്യാഷ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ കൺസിഡറേഷനും നെസസറി അല്ല. അപ്പൊ ഇത്രയും പോയിന്റുകളാണ് ഒരു കോൺട്രാക്ട് ഓഫ് ഏജൻസിക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഫസ്റ്റ് പറഞ്ഞു പ്രിൻസിപ്പൽ ഏജന്റും തമ്മിൽ ഒരു എഗ്രിമെന്റ് വേണം. രണ്ടാമത് പറഞ്ഞു എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിരിക്കണം. പിന്നെ പറഞ്ഞത് ഏജന്റിന് റെപ്രസെന്റേറ്റീവ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതായത് ഒരു പ്രിൻസിപ്പൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ഏജന്റിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ആ പ്രിൻസിപ്പളിന്റെ പവർ എന്താണെന്ന് ഒരു ഏജന്റിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിരിക്കണം. പിന്നെ പറയുന്നത് ഒരു കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് പ്രിൻസിപ്പൽ എപ്പോഴും കോമ്പിറ്റന്റ് ആയിരിക്കണം. മൈനറോ അൺസൗണ്ടഡ് പേഴ്സൺസോ ഒന്നും ആവാൻ പാടില്ല. ദെൻ അടുത്ത പറയുന്നത് ഒരു ഏജന്റ് എന്ന് പറയുന്നത് മൈനർ ആവാം, പക്ഷെ സൗണ്ട് മൈൻഡഡ് പേഴ്സൺ ആയിരിക്കണം. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് ഇവിടെ കൺസിഡറേഷൻ ഒരു നെസസറി അല്ല. അതായത് ഒരു കോൺട്രാക്ട് ഓഫ് ഏജൻസീസ് തുടങ്ങുന്ന സമയത്ത് അവിടെ കൺസിഡറേഷൻ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നെസസറി ആവശ്യമില്ല. നമ്മൾ എപ്പോഴും ഒരു ഏജന്റിന് പൈസ കൊടുക്കുന്നത് ആ കോൺട്രാക്ട് അവസാനിച്ചതിന് ശേഷമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു വാലിഡ് കോൺട്രാക്ട് ഓഫ് ഏജൻസിയിൽ നമ്മൾ പാലിക്കേണ്ടുന്ന ലീഗൽ റൂൾസ്. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്ന ടോപ്പിക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഏജൻസിയാണ്. ഒരു കോൺട്രാക്ട് ഓഫ് ഏജൻസി പാലിക്കേണ്ടുന്ന രണ്ട് പ്രിൻസിപ്പിൾസ് ആണ്, അല്ലെങ്കിൽ രണ്ട് തത്വങ്ങളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് whatever a person can lawfully do himself, he may also do the same through an agent. ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്ത് കാര്യമാണോ ചെയ്യാൻ പറ്റുന്നത് അത് തന്നെ ഒരു ഏജന്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതായത് നമ്മൾ ഒരിക്കലും ഒരു ഏജന്റിനെ കൊണ്ട് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മൾ ഒരു ഏജന്റിനെ കൊണ്ട് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പാടില്ല. അതാണ് ഈ പ്രിൻസിപ്പൾ. നമ്മളൊരു കോൺട്രാക്ട് ഓഫ് ഏജൻസി നമ്മൾ ഏർപ്പെടുന്ന സമയത്ത് നമ്മളൊരു ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഒരു ഏജന്റ് വഴി നമ്മൾ ഒരു തേർഡ് പേഴ്സണിന് വാക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു എക്സെപ്ഷൻ ശ്രദ്ധിക്കണം. ഒരു പേഴ്സണൽ സ്കില്ലോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് നമ്മൾ ഇപ്പോൾ പെയിന്റിങ്, സിംഗിങ്, ഡാൻസിങ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് പകരമായിട്ട് ഏജന്റിനെ വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ പേഴ്സണൽ സ്കില്ല് അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എന്ത് കാര്യം ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു അതായിരിക്കണം നമ്മൾ എപ്പോഴും ഒരു ഏജന്റിലൂടെ എക്സ്പ്രസ് ചെയ്യേണ്ടത്. അതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും ഒരു ഏജന്റ് വഴി ഒരു തേർഡ് പേഴ്സണിന് വാക്ക് കൊടുക്കാൻ പാടില്ല. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത് he who act through another is considered to have acted personally, that is the act of the agent are considered the act of his principal. അപ്പം രണ്ടാമത്തെ പ്രിൻസിപ്പിളിനകത്ത് പറയുന്നത് ഒരു ഏജന്റ് എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തി എല്ലാം തന്നെ ഒരു പ്രിൻസിപ്പളിന്റെ പ്രവൃത്തിയായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ രണ്ട് തത്വങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഒരു കോൺട്രാക്ട് ഓഫ് ഏജൻസി മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് കാര്യമാണ്. അപ്പോൾ ഒരു കോൺട്രാക്ട് ഓഫ് ഏജൻസി നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്നെന്താണ്, ഒരു ഏജന്റിനെ കൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പ്രിൻസിപ്പളിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കണം. ഒരു ഏജന്റ് എന്ത് ആക്ട് ചെയ്താലും അത് പ്രിൻസിപ്പളിന്റെ ആക്ട് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് പ്രിൻസിപ്പിൾ ഓഫ് ഏജൻസി എന്ന് പറയുന്നത്. അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് പറയുന്നത് ക്രിയേഷൻ ഓഫ് ഏജൻസി. എങ്ങനെയൊക്കെയാണ് ഒരു ഏജൻസി ഉണ്ടാകുന്നത്, ഏതെല്ലാം രീതിയിലാണ് ഒരു കോൺട്രാക്ട് ഓഫ് ഏജൻസി ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഏജൻസി ഓഫ് എക്സ്പ്രസ് എഗ്രിമെൻറ്റ്. ഒന്നുകിൽ വാക്കാൽ പറയുകയോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടോ നമ്മൾ ഒരു കോൺട്രാക്ട് ഓഫ് ഏജൻസിയിൽ എൻ്റർ ചെയ്യാം. ഇവിടെ പറയുന്നത് ആൻ ഏജൻസി മേ ബി ക്രിയേറ്റഡ് ബൈ ആൻ എക്സ്പ്രസ് എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ്. ഇൻ ദിസ് കേസ് ആൻ ഏജന്റ് ഈസ് അപ്പോയിന്റഡ് ബൈ ആൻ എഗ്രിമെന്റ് ഇൻ റൈറ്റിംഗ് ഓർ ബൈ വേർഡ്സ് ഓഫ് മൗത്ത്. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൾ ഒരു ഏജന്റിനെ ഒരു പ്രിൻസിപ്പൾ അപ്പോയിന്റ് ചെയ്തത് ഒന്നിൽ വാക്കാൽ പറയുകയോ അല്ലെങ്കിൽ റിട്ടേൺ എഗ്രിമെന്റ് വഴിയോ ആവാം. അങ്ങനെ ഒരു കോൺട്രാക്ട് ഓഫ് ഏജൻസി ഉണ്ടാവും. അതായത് നോർമൽ കേസിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു ഏജന്റിനെ ഒരു എഗ്രിമെന്റ് അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ഏജന്റായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. അതാണ് ഒന്നാമത്തെ വഴി, കോൺട്രാക്ട് ഓഫ് എക്സ്പ്രസ് എഗ്രിമെന്റ്. രണ്ടാമത് പറയുന്നത് ഏജൻസി ബൈ ഇംപ്ലൈഡ് എഗ്രിമെന്റ്. അതായത്
An agency may also be created by an implied agreement. In this case, a person becomes an agent of the other due to the conduct of parties or the course of dealing between parties or the situation of a particular case. അതായത് ഇവിടെ പറയുന്നത് ഒരു വ്യക്തി ഒരാളുടെ ഏജന്റ് ആയിട്ട് മാറുന്നത് ഒന്നുകിൽ അവിടെ എന്തെങ്കിലും ആ പാർട്ടിയുടെ ഡീലിംഗ്, അതായത് ഇംപ്ലൈഡ് ആയിട്ടാണ്, വാക്കാൽ പറയുകയോ അല്ലെങ്കിൽ നമ്മൾ എഴുതി തയ്യാറാക്കിയ ഒരു എഗ്രിമെന്റ് വഴി ഒന്നുമല്ല, ഒരു പ്രവൃത്തിയിലൂടെ അയാൾ ഒരു ഏജന്റ് ആയിട്ട് അങ്ങ് മാറുകയാണ്. അതാണ് ഏജൻസി ബൈ ഇംപ്ലൈഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് എ പേഴ്സൺ ബിക്കം ആൻ ഏജന്റ് ഓഫ് ദി അതർ ഡ്യൂ ടു ദി കണ്ടക്ട് ഓഫ് പാർട്ടീസ് ഓർ ദി കോഴ്സ് ഓഫ് ഡീലിംഗ് ബിറ്റ്വീൻ പാർട്ടീസ് ഓർ ദി സിറ്റുവേഷൻ ഓഫ് എ പർട്ടിക്കുലർ കേസ്. ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യത്തിൽ ഒരു ഏജന്റ് ആയിട്ട് മാറാം, അല്ലെങ്കിൽ ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഡീലിങ്ങിനകത്ത് ഒരാൾ ഒരു ഏജന്റ് ആയിട്ട് അങ്ങ് മാറാം, അല്ലെങ്കിൽ ആ രണ്ട് വ്യക്തികളുടെ പെരുമാറ്റത്തിലൂടെ അല്ലെങ്കിൽ ഒരാളുടെ പെരുമാറ്റത്തിലൂടെ അയാൾ എന്തായി മാറും, ഒരു ഏജന്റ് ആയിട്ട് മാറും. അപ്പം നമ്മളിവിടെ മുൻകൂട്ടി അപ്പോയിന്റ് ചെയ്യുകയൊന്നുമല്ല, പ്രവൃത്തിയിലൂടെ ഒരു വ്യക്തി എന്താവുന്നു, ഏജന്റ് ആയിട്ട് മാറുന്നു. അതാണ് ഏജൻസി ബൈ ഇംപ്ലൈഡ് എഗ്രിമെന്റ്. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു കോൺട്രാക്ട് ഓഫ് ഏജൻസി അവിടെ ക്രിയേറ്റ് ചെയ്യാം. മൂന്നാമത്തെ വേ പറയുന്നത് ഏജൻസി ബൈ എസ്റ്റോപ്പൽ. അതായത് ദ ടേം എസ്റ്റോപ്പൽ ഡിഫൈൻഡ് ആസ് പ്രിവെൻഷൻ ഓഫ് എ ക്ലെയിം ഓർ അസർഷൻ ബൈ ലോ. In other words, estoppel means to prevent a person from denying a fact. ഒരു വ്യക്തി അയാൾ വാക്കിലൂടെയോ അല്ലെ പ്രവൃത്തിയിലൂടെയോ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുകയാണ് എന്താണ് താൻ ഒരാളുടെ ഏജന്റ് ആണ് എന്ന്. അങ്ങനെ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഏജൻസി ബൈ എസ്റ്റോപ്പൽ. അപ്പം ഇങ്ങനെ അയാളുടെ വാക്കിലൂടെയോ അല്ലെ പ്രവൃത്തിയിലൂടെയോ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുക, അയാളെ ഒരിക്കലും അതിൽ നിന്നും ആരും തടയുന്നില്ല എന്നുണ്ട്. അപ്പോൾ എസ്റ്റോപ്പൽ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, ഒരു പ്രവൃത്തി ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾ ആ ഒരു ഏജന്റ് ആയതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, തടയുന്നില്ല. അയാൾ ഏജന്റ് ആണെന്ന് എല്ലായിടത്തും പറയുമ്പോഴും നമ്മൾ അവിടെ സൈലന്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു ഏജന്റ് കോൺട്രാക്ട് ഓഫ് ഏജൻസി അവിടെ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ പറയുന്നത് when a person has by his word or conduct led another to believe that particular person is his agent, then he is prevented from denying the truth of the agency. പിന്നെ നമുക്ക് ആ ഒരു ഏജൻസിയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മൾ എല്ലാവരും വിശ്വസിപ്പിച്ച് ആള് ഏജന്റ് ആണ് എന്ന് നമ്മൾ വിശ്വസിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്നും തടയാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ അങ്ങനെ എന്തുണ്ടാവും, ഒരു ഏജൻസി അവിടെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ പറയുന്നത് ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട്. അതായത് ഇൻ ദിസ് കേസ് സം അഫർമേറ്റീവ് കണ്ടക്ട് ബൈ പ്രിൻസിപ്പൽ ഈസ് നെസസറി ടു എസ്റ്റാബ്ലിഷ് ഏജൻസി സബ്സിക്വന്റ്ലി വയർ എ പേഴ്സൺ പെർമിറ്റ് അനദർ പേഴ്സൺ ബൈ ലോങ് കോഴ്സ് ഓഫ് കണ്ടക്ട് ടു പ്ലെഡ്ജ് ഹിസ് ക്രെഡിറ്റ് ഫോർ സർട്ടൻ പർപ്പസ്. ഹി ഈസ് ബൗണ്ട് ബൈ ദി ആക്ട് ഓഫ് സച്ച് എ പേഴ്സൺ ഇൻ പ്ലെഡ്ജിങ് ഹിസ് ക്രെഡിറ്റ് ഫോർ സിമിലർ പർപ്പസ് ദോ ഇൻ സം കേസസ് വിത്തൗട്ട് ദി പ്രീവിയസ് പെർമിഷൻ ഓഫ് ഹിസ് മാസ്റ്റർ. ദിസ് ഈസ് എ കേസ് ഓഫ് ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് വിച്ച് ഈസ് എൻ ഇംപ്ലൈഡ് ഏജൻസി. അതായത് കുറേ നാളുകൊണ്ട് അയാളുടെ എല്ലാ പ്രവൃത്തിയുടെയും ഏജന്റായിട്ട് ആക്ട് ചെയ്തൊരു വ്യക്തി ഓട്ടോമാറ്റിക്കലി ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഒരു മാസ്റ്ററിന്റെ അല്ലെങ്കിൽ അയാളുടെ ആ ഒരു സുപ്പീരിയർ അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പളിന്റെ സമ്മതം ഇല്ലാതെ തന്നെ ഇയാൾ ഇനിയുള്ള പ്രവൃത്തിക്ക് ഒരു ഏജന്റായിട്ട് അങ്ങ് ആക്ട് ചെയ്യാണ്. അതും നമ്മുടെ ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയും. കാരണം ഏറെ നാളുകൊണ്ട് ഇയാൾ അയാളുടെ ഏജന്റാണ്. അപ്പം പിന്നീടുള്ള പ്രവൃത്തിക്കും ഇയാൾ തന്നെ ഏജന്റായിട്ട് അങ്ങ് ആക്ട് ചെയ്യാണ്. അതാണ് ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട്. പിന്നെ പറയുന്നത് ഏജൻസി ബൈ നെസസിറ്റി. അതായത് agency may also be created by the necessity of a particular case. Sometimes extraordinary circumstances may arise in which a person may be compelled to act as an agent of some person without requiring the consent of the same person. Such an agency is called agency by necessity. Agency by necessity എന്ന് പറഞ്ഞാൽ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ ചിലർക്ക് ഒരാളുടെ ഏജന്റായിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. ചില സാഹചര്യങ്ങൾ കാരണം അങ്ങനെ വരും. ചിലപ്പോൾ നമ്മൾ അയാളുടെ സമ്മതം പോലും ചോദിക്കാതെ നമുക്ക് അയാളുടെ ഏജന്റായിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അതാണ് ഏജൻസി ബൈ നെസസിറ്റി. അങ്ങനെ നമുക്കൊരു കോൺട്രാക്ട് ഓഫ് ഏജൻസി ഇവിടെ ഉണ്ടാവാം. കാരണം നമുക്കിപ്പോൾ ആ വ്യക്തിയെ അറിയിക്കാതെയോ അല്ലെങ്കിൽ അയാളുടെ ഇൻസ്ട്രക്ഷൻ ഒന്നും നേടാതെ തന്നെ നമുക്ക് ചിലപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരാളുടെ ഏജന്റായിട്ട് മാറേണ്ട ഒരു അവസ്ഥ വരാം. അപ്പം ഈ ഏജൻസി ഓഫ് നെസസിറ്റിയെ സംബന്ധിച്ച് കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഒന്ന് പറയുന്നത് അവിടെ ശരിക്കും ഒരു എമർജൻസി, അതായത് ഏജന്റിന്റെ അത്യാവശ്യമായിട്ടൊരു ഏജന്റിന്റെ ആവശ്യമുള്ളൊരു ഘട്ടമായിരിക്കണം. അതായത് പ്രിൻസിപ്പൽ ആ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന വ്യക്തിക്ക് നേരിട്ട് ചെയ്യാൻ പറ്റാത്തതോ അല്ലെങ്കിൽ അവിടെ ഒരു ഏജന്റിന്റെ അത്യാവശ്യം നെസസറി ആയിട്ട് വേണ്ടുന്ന ഒരു സാഹചര്യമായിരിക്കണം. രണ്ട് പറയുന്നത് ഏജന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം, പ്രിൻസിപ്പളിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രിൻസിപ്പളിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒന്നും നേടാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കണം. അതുപോലെ തന്നെ ഏജന്റ് ഹോണസ്റ്റ് ആയിരിക്കും, സത്യസന്ധനായിരിക്കണം. പ്രിൻസിപ്പളിന് താല്പര്യമുള്ള ആളായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രിൻസിപ്പളിന്റെ ഒരു ശത്രു ഒന്നും ആവാൻ പാടില്ല.
താല്പര്യമുള്ള ആളായിരിക്കണം. പിന്നെ ഏജന്റ് എപ്പോഴും എങ്ങനെ റീസണബിൾ ആയിരിക്കണം, ന്യായമായ രീതിയിൽ മാത്രമേ ആ ഒരു സാഹചര്യത്തിൽ പ്രവർത്തിക്കാനും പാടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഒരു ഏജൻസി ബൈ നെസസിറ്റിയിൽ നമ്മൾ പ്രധാനമായിട്ടും പാലിക്കേണ്ടുന്ന 4 കണ്ടീഷൻസ് ആണ്. അപ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരാൾ ഏജന്റായിട്ട്, ഒരാളുടെ സമ്മതം പോലും വാങ്ങിക്കാൻ ഏജന്റായിട്ട് മാറേണ്ട ഒരു സാഹചര്യം വരും. അങ്ങനെയും നമ്മുടെ കോൺട്രാക്ട് ഓഫ് ഏജൻസി ക്രിയേറ്റ് ചെയ്യാം. പിന്നെ പറയുന്നതാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ. ഇവിടെ പറയുന്നത് എ വൈഫ് ഹു ലീവ്സ് വിത്ത് ഹെർ ഹസ്ബൻഡ് ഹാസ് ആൻ ഇംപ്ലൈഡ് അതോറിറ്റി ഓഫ് ഹെർ ഹസ്ബൻഡ് ടു ബൈ ആർട്ടിക്കിൾ ഓഫ് ഹൗസ് ഹോൾഡ് നെസസിറ്റി. ഹിയർ വൈഫ് ഈസ് കൺസിഡർഡ് ആസ് ആൻ ഇംപ്ലൈഡ് ഏജന്റ് ഓഫ് ഹസ്ബൻഡ് ഫോർ ദി പർപ്പസ് ഓഫ് പർച്ചേസിംഗ് ഹൗസ് ഹോൾഡ് നെസസിറ്റി ഓൺ ക്രെഡിറ്റ് ആൻഡ് ദ ഹസ്ബൻഡ് ബിക്കം ലയബിൾ ടു പേ ഫോർ ദി സെയിം. അപ്പം ഹസ്ബൻഡ് വൈഫ് റിലേഷൻ എന്ന് പറയുന്നതും അവിടെ ഒരു പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻ ആണ് എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം വീട്ടിലെ സാധനങ്ങളൊക്കെ ഒരു വൈഫ് കടയിൽ പോയി കടത്തിന് വാങ്ങിയാൽ ആ പൈസ കൊടുക്കേണ്ട ആരാണ്? ഹസ്ബൻഡാണ് അല്ലേ. അപ്പം ഹസ്ബൻഡിന് വേണ്ടിയിട്ട് സാധനങ്ങൾ കടത്തിന് വാങ്ങിക്കുക എന്ന ജോലി വൈഫായ ഒരു ഏജന്റ് ചെയ്യുമ്പോൾ ആ വൈഫ് വാങ്ങിയ സാധനത്തിന്റെ പൈസ കൊടുക്കുക എന്നത് പ്രിൻസിപ്പളായ ഹസ്ബൻഡിന്റെ ഒരു ബാധ്യത ആണ്. അപ്പം ഹസ്ബൻഡ് വൈഫ് റിലേഷൻ എന്ന് പറയുന്നതും അവിടെ ഒരു കോൺട്രാക്ട് ഓഫ് ഏജൻസി ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ദെൻ അടുത്ത പറയുന്നത് ഏജൻസി ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. An agency may also come into existence by operation of law. In certain circumstances, the law treated one person as an agent of another. അതായത് നിയമപരമായിട്ട് ചില വ്യക്തികളെ എന്താക്കും, ചില വ്യക്തികളുടെ ഏജന്റായിട്ട് മാറ്റാറുണ്ട്. അതാണ് ഓപ്പറേഷൻ ബൈ ലോ. നിയമപരമായിട്ട് ഒരു ഏജന്റിനെ അവിടെ അപ്പോയിന്റ് ചെയ്യുകയാണ്. According to Partnership Act, every partner of a partnership firm is an agent of the firm for the purpose of business of the firm. നമുക്കറിയാം ഒരു പാർട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ച് എത്ര പാർട്ണർ ഉണ്ടോ അത്രയും പാർട്ട്നേഴ്സും ആ ഫേമിന്റെ ആരാണ്? ഏജന്റ് ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. മോറോവർ he is also an agent of the other partners of the firm, so the firm and the other partners are bound by the act of partner. അപ്പം ഓരോ പാർട്ട്നേഴ്സും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പം 4 പാർട്ട്ണർ ഉണ്ടെങ്കിൽ ഈ 4 പാർട്ട്ണർ പരസ്പരം ഏജന്റ് ആണ്. അതുപോലെ തന്നെ ഈ എല്ലാ പാർട്ട്നേഴ്സും ഫേമിന്റെ ഏജന്റ് ആയിട്ടുമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നിയമപരമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ പ്രവർത്തിക്കുക എന്നുള്ളത്. അതാണ് ഏജൻസി ബൈ ഓപ്പറേഷൻ ഓഫ് ലോ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് പറയുന്നത് ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ. അതായത് ദ ടേം റാറ്റിഫിക്കേഷൻ മേ ബി ഡിഫൈൻഡ് ആസ് എൻ കൺഫർമേഷൻ ഓഫ് ദി ആക്ട് ഓൾറെഡി ഡൺ. Sometimes a person does some act on the behalf of another person without his knowledge or authority, and such other person later ratifies the act done on his behalf. In such a cases, a valid agency is created by the ratification. It is also known as ex post facto agency. അപ്പം ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേം ആണിത്. അതായത് ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒരാളുടെ ഏജന്റായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞു, അതായത് ഈ വ്യക്തികളുടെ അറിവില്ലാതെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആ വ്യക്തി നമുക്ക് അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഒന്നും തന്നിട്ടില്ല എങ്കിൽ പോലും നമ്മൾ അയാളുടെ ഏജന്റായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞു. അവിടെ ഏജൻസി എന്ന വർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മൾ അങ്ങനെ ചെയ്തത് കൊണ്ട് അയാൾ നമ്മളെ ഏജന്റായിട്ട് അംഗീകരിക്കുകയാണ്. അപ്പൊ ഇവിടെ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരാളുടെ ഏജന്റായിട്ട് ആക്ട് ചെയ്ത് ആ വ്യക്തിയുടെ അറിവോടുകൂടി അല്ലെ ആ വ്യക്തി സമ്മതിച്ചിട്ടാവരുത്. നമ്മൾ ചെയ്തതിന് ശേഷം ചെയ്തതിന് ശേഷമാണ് നമ്മളെ അയാൾ എന്ത് ചെയ്യുന്നത്? ഏജന്റ് എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തല്ലോ, ആ രീതിയിൽ നമ്മൾ ഏജന്റായിട്ട് അംഗീകരിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ റാറ്റിഫിക്കേഷൻ കാരണം ക്രിയേറ്റ് ചെയ്യുന്ന ഏജൻസി നമ്മൾ പറയുന്ന പേരാണ് എക്സ് പോസ്റ്റ് ഫാക്ടോ ഏജൻസി. അതായത് ദി ഏജൻസി എറൈസിങ് ആഫ്റ്റർ ദി ഇവന്റ് ഒരു സംഭവം നടന്നതിന് ശേഷമാണ് അവിടെ എന്തുണ്ടായത്? ഒരു ഏജൻസി ക്രിയേറ്റ് ചെയ്ത്. കാരണം ഒരാൾക്ക് വേണ്ടി പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ ഇയാളെ എന്തായിട്ട് അംഗീകരിക്കുന്നു? ഏജന്റായിട്ട് അംഗീകരിക്കുന്നു. അതാണ് ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ. On ratification, the principal is bound by the act already done on his behalf. The ratification may be expressed or implied from the conduct of the person on whose behalf of the act are done. അപ്പോൾ ഇവിടെ റാറ്റിഫിക്കേഷൻ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരാൾക്ക് വേണ്ടി പ്രവൃത്തി ചെയ്തതിന് ശേഷം അയാളെ എന്ത് ചെയ്യുന്നു? ഏജന്റായിട്ട് അംഗീകരിക്കുകയാണ്. അതാണ് ഏജന്റ് ഓഫ് റാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് നമ്മളുടെ ഒരു ക്രിയേഷൻ ഓഫ് ഏജൻസി എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു കോൺട്രാക്ട് ഓഫ് ഏജൻസി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം മൊത്തം നമ്മൾ
8 രീതികളാണ് പറഞ്ഞത്. 8 രീതിയിലൂടെ ഒരു കോൺട്രാക്ട് ഓഫ് ഏജൻസി ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് പറഞ്ഞ എക്സ്പ്രസ് ആയിട്ട്, അത് നോർമലി ഉള്ള കാര്യമാണ്. പിന്നെ ഇംപ്ലൈഡ് ആയിട്ട്, അതായത് ഒരാൾ ഒരു പ്രവൃത്തിയിലൂടെ ഒരാളുടെ ഏജന്റായിട്ട് മാറാൻ. പിന്നെ പറഞ്ഞ എന്താണ് എസ്റ്റോപ്പൽ, കാരണം എല്ലാവരിടത്തും ഇന്ന ആളുടെ ഏജന്റ് ആണ് എന്ന് എല്ലാവരും പറഞ്ഞ് വിശ്വസിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ അയാൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിൽ നിന്നും പിന്മാറാൻ ഒക്കത്തില്ല. പിന്നെ പറഞ്ഞത് ഹോൾഡിംഗ് ഔട്ട്, കാരണം ദീർഘനാളത്തേക്ക് ഒരാളുടെ ഏജന്റ് ആയിട്ടിരിക്കുന്ന വ്യക്തി ഇനിയും മുന്നോട്ട് എന്ത് ചെയ്യുന്നു, ഏജൻസി എന്ന വർക്ക് തന്നെ ചെയ്യും. പിന്നെ പറയുന്നത് ഏജൻസി ബൈ നെസസിറ്റി, ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ ചിലർക്ക് ചിലരുടെ ഏജന്റായിട്ട് മാറേണ്ടതായിട്ട് വരും. പിന്നെ പറഞ്ഞത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണ്, അതും ഒരു ഏജന്റ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഏജൻസി ബൈ ഓപ്പറേഷൻ ഓഫ് ലോ, നിയമപരമായിട്ട് ചില ഏജന്റുകൾ ചിലരെ ഏജന്റുകളായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞത് ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ ആണ്. റാറ്റിഫിക്കേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരാൾ ഒരു ഇവന്റ് ചെയ്തതിന് ശേഷം അയാൾ ഏജന്റായിട്ട് അംഗീകരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഏജൻസി ക്രിയേറ്റ് ചെയ്യുന്ന വഴികൾ. അടുത്ത ടോപ്പിക്കാണ് കൈൻഡ്സ് ഓഫ് ഏജന്റ്. ഏതെല്ലാം തരത്തിലെ ഏജന്റ് ഉണ്ട്? ഏജന്റിനെ മെയിനായിട്ടും 2ആയിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് മെർക്കൻറ്റൈൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഏജന്റ് എന്നും, 2 നോൺ മെർക്കൻറ്റൈൽ അല്ലെങ്കിൽ നോൺ കൊമേഴ്ഷ്യൽ ഏജന്റ്. ഈ മെർക്കൻറ്റൈൽ ഏജന്റ് തന്നെ വീണ്ടും കുറേ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നോൺ മെർക്കൻറ്റൈൽ ഏജൻസ് വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് എന്താണ് മെർക്കൻറ്റൈൽ ഏജന്റ് എന്ന് പറയുന്നത് നോക്കാം. According to Section 2, Subsection 9 of the Sale of Goods Act, the term mercantile agent may be defined as an agent who has authority to sell or consign goods or to buy goods or raise money on the security of the goods on behalf of his principal. മെർക്കൻറ്റൈൽ ഏജന്റ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഏജന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിൻസിപ്പളിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഗുഡ്സ് സെക്യൂരിറ്റി ആയിട്ട് വെച്ച് പണം എടുക്കുകയോ അല്ലെങ്കിൽ ഗുഡ്സ് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഗുഡ്സ് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഗുഡ്സ് വിൽക്കാനോ ഉള്ള അതോറിറ്റിയുള്ള ഏജന്റിനെയാണ് മെർക്കൻറ്റൈൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഏജന്റ് എന്ന്. അപ്പോൾ ഇവിടെ ഓർക്കുക, മെർക്കൻറ്റൈൽ ഏജന്റ് അവിടെ ഗുഡ്സ് ആണ്. നമ്മൾ ഗുഡ്സ് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് പ്രിൻസിപ്പളിന് വേണ്ടുന്ന പൈസ റൈസ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ പ്രിൻസിപ്പളിന് വേണ്ടിയിട്ട് ഗുഡ്സ് വിൽക്കുകയോ ഗുഡ്സ് വാങ്ങിക്കുകയോ ഗുഡ്സ് അയച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളെ നമുക്ക് മെർക്കൻറ്റൈൽ ഏജന്റ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഏജന്റ് എന്ന് പറയാം. ഇനി ആരൊക്കെയാണ് മെർക്കൻറ്റൈൽ ഏജന്റിനകത്ത് വരുന്നത് നോക്കാം. ഫസ്റ്റ് ആണ് ബ്രോക്കർ. A broker is a mercantile agent who is appointed to negotiate and make contract for the sale and purchase of goods on behalf of his principal. പ്രിൻസിപ്പളിന് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങുക, വിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന ഏജന്റിനെയാണ് നമ്മൾ മെർക്കൻറ്റൈൽ ഏജന്റ് എന്ന് പറയുന്നത്. ഹി ഈസ് നോട്ട് ഗിവൺ പൊസഷൻ ഓഫ് ഗുഡ്സ് ഓർ മണി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും പ്രിൻസിപ്പൽ ഗുഡ്സ് ബ്രോക്കറിനെ ഏൽപ്പിക്കത്തില്ല. ഗുഡ്സിന്റെ പൊസഷൻ, ഗുഡ്സിന്റെ കൈവശ അവകാശം ഒരിക്കലും ഇവിടെ ബ്രോക്കറിന്റെ കയ്യിലായിരിക്കത്തില്ല. ഗുഡ്സ് ആരുടെ തന്നെയായിരിക്കും, പ്രിൻസിപ്പളിൻ്റെയൊക്കെ തന്നെയായിരിക്കും. പക്ഷേ ഇത് വാങ്ങാനോ വിൽക്കാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആര് ചെയ്യുന്നു, ഏജന്റ് ചെയ്യുന്നു എന്ന് മാത്രം. His main duty is to bring about a contractual relationship between his principal and the parties who wish to purchase or sell goods. Broker may contract in the name of the principal and not in his own name. അപ്പോൾ ഇവിടെ തേർഡ് പേഴ്സണെയും പ്രിൻസിപ്പളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഏജന്റ് മാത്രമാണ് ഒരിക്കലും ആ ഗുഡ്സ് അല്ലെങ്കിൽ അത് ഗുഡ്സ് വിൽക്കാനോ വാങ്ങാനോ ഉള്ള ആ ഒരു സാഹചര്യം ചെയ്തു കൊടുക്കുക എന്ന് മാത്രമാണ് ഇവിടെ ബ്രോക്കർ ചെയ്യുന്നത്. ഇവിടെ ബ്രോക്കർ അയാളുടെ പേരിലായിരിക്കത്തില്ല ഗുഡ്സ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത്. ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് ഏജന്റ് ആണെങ്കിലും ചെയ്യുന്നത് ആരുടെ പേരിലായിരിക്കും, പ്രിൻസിപ്പളിന്റെ പേരിലായിരിക്കും. ബ്രോക്കർ ഈസ് നോട്ട് എ പാർട്ടി ടു ദി കോൺട്രാക്ട്. ഈ കോൺട്രാക്റ്റിനകത്ത് ബ്രോക്കർ ഒരിക്കലും ഒരു പാർട്ടി ആവില്ല. Contract may be made between principal and the third party. A broker gets a commission called brokerage. അപ്പോൾ ഇവിടെ കോൺട്രാക്ട് പ്രിൻസിപ്പളും തേർഡ് പാർട്ടിയും തമ്മിലായിരിക്കും. അതിൻ്റെ ഒരു മീഡിയേറ്റർ ആയിട്ട് അല്ലെങ്കിൽ അത് വാങ്ങാനോ വിൽക്കാനോ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക മാത്രമാണ് ഏജന്റ് ചെയ്യുന്നത്. ഇവിടെ ഏജന്റിന് കമ്മീഷൻ കിട്ടും, അതിൻ്റെ പേരാണ് ബ്രോക്കറേജ്. അപ്പം ബ്രോക്കർ എന്ന് പറയുന്നത് ഒരു മെർക്കൻറ്റൈൽ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ഏജന്റ് ആണ്. ദെൻ രണ്ടാമത് പറയുന്നതാണ് ഫാക്ടർ. ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതും ഒരു മെർക്കൻറ്റൈൽ ഏജന്റ് ആണ്. ടു ഹൂം ഗുഡ്സ് ഓർ ബിൽ ഓഫ് ലാൻഡിംഗ് ഓർ അതർ ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ ആർ കൺസൈൻഡ് ഫോർ സെയിൽ ബൈ എ മെർച്ചന്റ്. ഹി ഈസ് എൻട്രസ്റ്റഡ് വിത്ത് ദ പൊസഷൻ ഓഫ് ദി ഗുഡ്സ്. അപ്പം ബ്രോക്കറും ഫാക്ടറും തമ്മിലുള്ള വ്യത്യാസം, ഇവിടെ പ്രിൻസിപ്പൾ ഗുഡ്സ് ഫാക്ടറിനെ ഏൽപ്പിക്കുന്നു, അവരെന്ത് ചെയ്യുന്നു, ആ ഗുഡ്സ് വിറ്റിട്ട് പൈസ പ്രിൻസിപ്പളിന് കൊടുക്കുന്നു. അതാണ് ഇവിടെയും പ്രിൻസിപ്പളിന്റെ ഗുഡ്സ് വിറ്റ് കൊടുക്കുക അല്ലെങ്കിൽ പ്രിൻസിപ്പളിന് വേണ്ടി ഗുഡ്സ് വാങ്ങിക്കുക എന്ന കാര്യമാണ് ഫാക്ടർ എന്ന് പറയുന്ന മെർക്കൻറ്റൈൽ ഏജന്റ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഹി മേ സെൽ ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ആൻഡ് റിസീവ് പേയ്മെന്റ് ഓഫ് പ്രൈസ് ഇൻ ഹിസ് ഓൺ നെയിം. ഇവിടെ ഫാക്ടർ എന്ന് പറയുന്ന ഏജന്റ് പ്രത്യേകത, ഇവിടെ ഗുഡ്സ് കടത്തിന് വിൽക്കുന്നത് എപ്പോഴും ആരുടെ പേരിലായിരിക്കും? ഈ പറയുന്ന ഏജന്റിന്റെ പേരിൽ തന്നെയായിരിക്കും ഇവിടെ വിൽപ്പന നടക്കുന്നത്. ഹി ഹാസ് ആൻ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ ദ ഗുഡ്സ്. ഹി ഹാസ് ആൾസോ ലെയിൻ ഇൻ റെസ്പെക്ട് ഓഫ് എനി ക്ലെയിം ഹി മേ ഹാവ് എറൈസിങ് ഔട്ട് ഓഫ് ദി ഏജൻസി. അപ്പോൾ ഇവിടുത്തെ ഇവിടെ ഒരു ലെയിൻ ഉണ്ട് എന്ന് പറയുന്ന കാര്യം, ഇവിടെ ഈ ഒരു കടത്തിന് വിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം വന്നാലും അത് ആര് വഹിക്കണം? ഈ പറയുന്ന ഫാക്ടർ എന്ന് പറയുന്ന മെർക്കന്റൈൽ ഏജന്റ് തന്നെ വഹിക്കേണ്ടതായിട്ട് വരും. അപ്പം ഫാക്ടർ എന്ന് പറയുന്ന ഏജന്റ് പ്രത്യേകത പ്രിൻസിപ്പളിന്റെ ഗുഡ്സ് കൈവശം വെക്കുക, എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? വിൽക്കാനായിട്ട് കടത്തിന് വിറ്റ് അയാളുടെ പേരിൽ തന്നെ, ഈ ഫാക്ടർ എന്ന് പറഞ്ഞ ഏജന്റിന്റെ പേരിൽ തന്നെ ഈ ഗുഡ്സ് വിൽക്കാനും എന്നിട്ട് പൈസ പ്രിൻസിപ്പളിന് കൊടുക്കാനുമായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ഇനി ഓപ്ഷണർ ആണ്. ഓപ്ഷണർ എന്ന് പറയുന്നതും ഒരു മെർക്കന്റൈൽ ഏജന്റ് ആണ്. ഇവിടെ ഓപ്ഷണർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പബ്ലിക് പൊതുവായിട്ടുള്ള ലേലം ഓപ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ സാധനം പബ്ലിക്കിന്റെ മുന്നിൽ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വിറ്റിട്ട് അതിന്റെ പൈസ നമുക്ക് എന്ത് ചെയ്യുന്നു? തരുന്നു. അപ്പം നമ്മളുടെ പ്രോഡക്റ്റ് പബ്ലിക്കിലോട്ട് എത്തിക്കാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു ഏജന്റിനെയാണ് നമ്മൾ ഓപ്ഷണർ എന്ന് പറയുന്നത്. An auctioneer is a mercantile agent who is appointed to sell goods at public auction. That is, to sell goods to the highest bidder in the public competition. അപ്പോൾ ഏറ്റവും കൂടുതൽ ആരാണോ ഏറ്റവും വലിയ ലേലം വിളിക്കുന്നത് അയാൾക്ക് നമ്മുടെ സാധനം വിറ്റിട്ട് നമുക്ക് ആ പൈസ തരുന്നു. അതിനുവേണ്ടി ആക്ട് ചെയ്യുന്ന ഏജന്റാണ് ഓപ്ഷണർ എന്ന് പറയുന്നത്. He has the authority to receive the auctioned price and he can sue for the same in his own name. അപ്പോൾ ഇവിടെ ലേലം എത്ര രൂപയ്ക്കാണ് ലേലം ഉറപ്പിച്ചത് ആ പൈസ അയാളുടെ പേരിൽ തന്നെ വാങ്ങിക്കാനുള്ള അവകാശം ഓപ്ഷണറിന് ഉണ്ട്. ദെൻ കമ്മീഷൻ ഏജന്റ് ആണ്. കമ്മീഷൻ ഏജന്റ് എന്ന് പറയുന്നതും സാധനങ്ങൾ പ്രിൻസിപ്പളിന് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ പ്രിൻസിപ്പളിന് വേണ്ടി സാധനം വിൽക്കുകയോ ചെയ്യുന്നു. എന്നിട്ട് അയാൾക്ക് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് അയാൾക്ക് എന്ത് കിട്ടുന്നു? കമ്മീഷൻ കിട്ടുന്നു. ഹിസ് ഓൺലി ഇൻട്രസ്റ്റ് ഇൻ ദ ട്രാൻസാക്ഷൻ ഈസ് ദ കമ്മീഷൻ ഹീസ് റിസീവ്സ് ഫ്രം ദ പ്രിൻസിപ്പൽ. അപ്പോൾ അയാൾ പ്രിൻസിപ്പളിന് വേണ്ടി ഈ ഒരു പ്രവൃത്തി ചെയ്തു കൊടുക്കുന്നത് അയാൾക്ക് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്? കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അയാൾക്ക് കമ്മീഷൻ കിട്ടുന്നത് പ്രിൻസിപ്പളിന്റെ കയ്യിൽ നിന്നും ആയിരിക്കും. ദെൻ അടുത്തതാണ് ഡെൽക്കഡറി ഏജന്റ്. നമ്മൾ കൺസൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ അക്കൗണ്ടൻസിയിൽ കൺസൈൻമെന്റ് പഠിക്കുമ്പോൾ അതിൽ വ്യക്തമായി പറയുന്ന കാര്യമാണ് ഡെൽക്കഡറി ഏജന്റ്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ പ്രിൻസിപ്പളിന് വേണ്ടിയിട്ട് സാധനങ്ങൾ കടത്തിന് വിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് റിസ്ക് വന്നാലും അത് ഏറ്റെടുക്കുന്ന ഏജന്റിനെ പറയുന്ന ഡെൽക്കഡറി ഏജന്റ്. ഇപ്പം നമുക്കറിയാം, നമ്മളൊരു ഗുഡ്സ് വിൽക്കുന്നത് ചിലപ്പോൾ എന്താവാം? ക്രെഡിറ്റിനാവാം. ക്രെഡിറ്റിന് വിൽക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും? ബാഡപ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ബാഡപ്റ്റ് സ്വയം ഏറ്റെടുത്തോളാം എന്ന് ഈ ഏജന്റ് പറയുകയും അപ്പോൾ അതിന് ഏജന്റിന് കൊടുക്കുന്ന കമ്മീഷനാണ് ഡെൽക്കഡറി കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഏജന്റ് ഹു അണ്ടർടേക്ക് ടു ബി ലയബിൾ ടു ദ പ്രിൻസിപ്പൽ ഫോർ ദ ഫോൾട്ട് ഓഫ് തേർഡ് പാർട്ടി ടു പെർഫോം ദി കോൺട്രാക്ട് ഇൻ കൺസിഡറേഷൻ ഓഫ് എക്സ്ട്രാ കമ്മീഷൻ കോൾഡ് ഡെൽക്കഡറി കമ്മീഷൻ. അപ്പോൾ തേർഡ് പാർട്ടിയുടെ ഡീഫോൾട്ട് കാരണം ഉണ്ടാകുന്ന ബാധ്യത സ്വയം ഏറ്റെടുത്തോളാം എന്ന് പറയുന്ന ഏജന്റാണ്. അപ്പോൾ അയാൾക്ക് എന്ത് കിട്ടും? എക്സ്ട്രാ കമ്മീഷൻ കിട്ടും. അങ്ങനെ എക്സ്ട്രാ കമ്മീഷൻ കിട്ടുന്ന വ്യക്തിയെ പറയുന്ന പേരാണ് ഡെൽക്കഡറി ഏജന്റ്. ദെൻ അടുത്തയാണ് ബാങ്കർ. നമുക്കറിയാം ബാങ്കർ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന്റെ എല്ലാം ഒരു ഏജന്റായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. പൊതുവേ ഏജന്റായിട്ട് ആക്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ പൈസ ബാങ്ക് വഴിയാണ് നമ്മൾ ഓരോരുത്തരുടെ അടയ്ക്കുന്നതും ഒക്കെ ബാങ്ക് വഴിയാണ്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ പേയ്മെന്റ് എല്ലാം നടത്തുന്നത് ബാങ്ക് എന്ന് പറയുന്ന ഏജന്റാണ്. ഇവിടെ പറയുന്നത് ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ക്രെഡിറ്റർ ഡെപ്റ്റർ എന്ന റിലേഷൻഷിപ്പാണ്. വെൻ ബാങ്കർ ആക്ട് ആസ് ആൻ ഏജന്റ് ഓഫ് ദി കസ്റ്റമർ ബൈ കളക്ടിങ് ചെക്ക്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഡിവിഡൻഡ് എക്സെട്ര, ബാങ്ക് ബിക്കംസ് ആൻ ഏജന്റ്. നമുക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് തരുന്നു, പിന്നെ ചെക്ക് കളക്ട് ചെയ്യുന്നു, ഡിസ്കൗണ്ട് ചെയ്ത് തരുന്നു, അല്ലെങ്കിൽ ചെക്ക് കളക്ട് ചെയ്ത് തരുന്നു. പിന്നെ നമുക്ക് വേണ്ടുന്ന പേയ്മെൻറ്റ്സുകളെല്ലാം ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പം ബാങ്ക് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഒരു ഏജന്റായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് മെർക്കൻറ്റൈൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഏജന്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത പറയുന്നത് നോൺ മെർക്കൻറ്റൈൽ അല്ലെങ്കിൽ നോൺ കൊമേഴ്ഷ്യൽ ഏജന്റ് ആണ്. അത് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പം നോൺ മെർക്കൻറ്റൈൽ ഏജന്റ് എന്താണെന്ന് നോക്കാം. നോൺ മെർക്കൻറ്റൈൽ ഏജന്റ് മേ ബി ഡിഫൈൻഡ് ആസ് ആൻ ഏജന്റ് ഹു ഡസ് നോട്ട് യൂഷ്വലി ഡീൽ ഇൻ ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. അപ്പം നോൺ മെർക്കൻറ്റൈൽ ഏജന്റ് പ്രത്യേകത ഒരിക്കലും സാധനങ്ങൾ വാങ്ങുകയോ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏജന്റ് അല്ല. അങ്ങനത്തെ പ്രവർത്തികൾ ചെയ്യുന്ന ഏജന്റ് അല്ല. ദേ ആർ ദി ഏജന്റ് അപ്പോയിന്റഡ് ബൈ ദ പ്രിൻസിപ്പൽ ടു ഡു സം ആക്ട് വിച്ച് ആർ നോട്ട് ഡൺ ബൈ ദി മെർക്കൻറ്റൈൽ ഏജന്റ്. മെർക്കൻറ്റൈൽ ഏജന്റ് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഏജന്റാണ് നോൺ മെർക്കൻറ്റൈൽ ഏജന്റ്. പ്രധാനമായിട്ട് രണ്ടുപേരാണ്, ഒന്ന് ഇൻഷുറൻസ് ഏജന്റ്, മറ്റൊന്ന് അഡ്വക്കേറ്റ്. ഇൻഷുറൻസ് ഏജന്റ് എന്ന് പറഞ്ഞാൽ അവരെ അപ്പോയിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിൻസിപ്പളിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് പോളിസീസുകളൊക്കെ പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു LICയെയും നമ്മളെ പോലുള്ള ആൾക്കാരെയും കളക്ട് ചെയ്യുന്ന എപ്പോഴും ആരായിരിക്കും?
ഈ പറയുന്ന ഇൻഷുറൻസ് ഏജന്റ് ആണ്. അപ്പം ഇൻഷുറൻസ് ഏജൻസി ഈസ് ആൻ ഏജന്റ് ഹു ഈസ് അപ്പോയിന്റഡ് ടു എഫക്ട് ഇൻഷുറൻസ് പോളിസി ഓൺ ബിഹാഫ് ഓഫ് ഹിസ് പ്രിൻസിപ്പൽ. ഹി റിസീവ് കമ്മീഷൻ ഫോർ ഹിസ് സർവീസ്. അപ്പം ഈ ഓരോ പോളിസിയും ഓരോ ജനങ്ങളെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനീസുകൾ ഏർപ്പാട് ചെയ്യുന്ന ഏജന്റുകളാണ് ഈ പറയുന്ന ഇൻഷുറൻസ് ഏജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഓരോ കസ്റ്റമറിനെ പോയി കണ്ടിട്ട് പോളിസി എടുപ്പിക്കുന്നു. അതായത് ഇൻഷുറൻസ് കമ്പനി ഡയറക്റ്റ് വരാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ ഡ്യൂട്ടി ആരെ ഏൽപ്പിക്കുകയാണ്, ഒരു ഏജന്റിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അവരാണ് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പോളിസീസ് ഒക്കെ എടുപ്പിക്കുന്നത്. പിന്നെ അവർക്ക് എന്ത് കിട്ടുന്നു, അവർ ചെയ്യുന്ന സർവീസിന് അവർക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ട്. പിന്നെ അടുത്തയാണ് അഡ്വക്കേറ്റ്. അഡ്വക്കേറ്റ് എന്ന് പറയുമ്പം ഈസ് എ പേഴ്സൺ ഹു ഈസ് എൻഗേജ്ഡ് ടു കണ്ടക്ട് ദ ലീഗൽ പ്രൊസീഡിങ്സ് ഓൺ ബിഹാഫ് ഓഫ് ക്ലയന്റ്. ഹി റിസീവ്സ് ഫീസ് ഫോർ ഹിസ് സർവീസ്. അവരുടെ ക്ലയന്റിന് വേണ്ടുന്ന എല്ലാ ലീഗൽ സർവീസസും ചെയ്തു കൊടുക്കുന്ന, അതായത് നമുക്കൊരു കേസ് വന്നാൽ അത് ബാധിച്ച് നമുക്ക് കേസ് വിജയിപ്പിച്ച് തരികയും അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഏജന്റായിട്ട് പ്രവർത്തിച്ച് ആ കേസ് വിജയിപ്പിച്ച് തരികയൊക്കെ ചെയ്യുന്ന ആളാണ് അഡ്വക്കേറ്റ്. അപ്പോൾ അയാൾ ചെയ്യുന്ന പ്രവർത്തിക്ക് എന്ത് കിട്ടുന്നു, ഫീസും കിട്ടുന്നു. അപ്പോൾ ഇത്രയുമാണ് കൈൻഡ്സ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഏജന്റ് എന്ന് പറയും. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഏജന്റ് ആണ്. പ്രധാനമായിട്ട് ഏജന്റിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് സ്പെഷ്യൽ ഏജന്റ്, ദെൻ ജനറൽ ഏജന്റ്, ദെൻ യൂണിവേഴ്സൽ ഏജന്റ്. അപ്പോൾ പേര് പോലെ തന്നെയാണ്. സ്പെഷ്യൽ ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം അല്ലെങ്കിൽ ആ ഒരു കാര്യം മാത്രം ചെയ്യുന്ന ഏജന്റാണ്. നോക്കാം. Special agent is an agent who is appointed to perform a special act or some particular transaction. അതായത് അവർ ആ ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ മാത്രം ചെയ്യുന്നവരായിരിക്കും എന്താണ് സ്പെഷ്യൽ ഏജന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ആൻ ഏജന്റ് ഈസ് എംപ്ലോയ്ഡ് ടു സെൽ ഓർ പർച്ചേസ് എ ഹോഴ്സ്. അതായത് ഹോഴ്സിനെ വാങ്ങുക അല്ലെങ്കിൽ ഹോഴ്സിനെ വിൽക്കുക, ആ ഒരു കാര്യം മാത്രം, അതിനുവേണ്ടി മാത്രം ഏജന്റായിട്ട് ആക്ട് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പെഷ്യൽ ഏജന്റ്. അപ്പോൾ അവർ ചെയ്യുന്നത് ആ ഒരു പ്രവൃത്തി മാത്രമായിരിക്കും. ഇപ്പോൾ വസ്തു വിൽക്കുന്ന അല്ലെ വസ്തുവിൻ്റെ വിൽപ്പന അല്ലെ വസ്തു വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏജന്റാണ്. അപ്പോൾ അവർ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. മാരേജിൻ്റെ ആയിട്ടുള്ള പിന്നെ ഏജന്റാണ്. അപ്പോൾ അവർ ആ ഒരു പ്രവൃത്തി, അപ്പോൾ എന്താണോ ആ ഒരു പ്രവൃത്തി മാത്രം അല്ലെ അതിനുവേണ്ടി മാത്രം ഏജന്റായിട്ട് ആക്ട് ചെയ്യുന്നവരെ നമ്മൾ സ്പെഷ്യൽ ഏജന്റ് എന്ന് പറയുന്നു. ജനറൽ ഏജന്റ് എന്ന് പറഞ്ഞാൽ ജനറൽ ഏജന്റ് ഈസ് ആൻ ഏജന്റ് ഹു ഈസ് അപ്പോയിന്റഡ് ടു പെർഫോം ഓൾ ആക്ട് റിലേറ്റിംഗ് ടു എ പർട്ടിക്കുലർ ട്രേഡ് ഓർ ബിസിനസ് ഫോർ വിച്ച് ഹി ഈസ് അപ്പോയിന്റഡ്. അയാളെ എന്ത് ബിസിനസ്സിനാണോ അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യാനാണോ നമ്മൾ അപ്പോയിന്റ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവൃത്തികളും, ഇപ്പോൾ നമ്മളൊരു ട്രേഡിംഗ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പിന്നെ ഏജന്റിനെ അപ്പോയിന്റ് ചെയ്താൽ ആ ട്രേഡുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവൃത്തികളുണ്ടോ ആ പ്രവൃത്തികളെല്ലാം പ്രിൻസിപ്പലിന് വേണ്ടിയിട്ട് ഈ ഏജന്റ് ചെയ്യും. അപ്പം അതാണ് ഇപ്പം മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ഇപ്പോൾ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ഒരു സാധനം വിൽക്കാൻ വേണ്ടി മാത്രം ഉള്ള ഏജന്റ് അത് മാത്രമേ ചെയ്യൂ, അതുമായി റിലേറ്റ് ചെയ്യുന്ന ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. അതാണ് സ്പെഷ്യൽ ഏജന്റ്. ഞാൻ ജനറൽ ഏജന്റിനെ സംബന്ധിച്ച് നമ്മളൊരു ട്രേഡ് ചെയ്യാൻ വേണ്ടി ഒരു ഏജന്റിനെ ഏൽപ്പിച്ചാൽ ആ ട്രേഡുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ അതെല്ലാം ഇവർ ചെയ്യുന്നതായിരിക്കും. ദെൻ അടുത്തതെന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഏജന്റ് ആണ്. യൂണിവേഴ്സൽ ഏജന്റ് എന്ന് പറയുമ്പോൾ എ യൂണിവേഴ്സൽ ഏജന്റ് ഈസ് എ ഏജന്റ് ഹു ഈസ് അപ്പോയിന്റഡ് ടു ഡു ഓൾ ദ വേരിയസ് ട്രേഡ് ഓർ ബിസിനസ് ഓഫ് ഹിസ് പ്രിൻസിപ്പൽ. അതായത് ഒരു പ്രിൻസിപ്പളിൻ്റെ ഏജന്റായിട്ട് ആക്ട് ചെയ്യുന്ന ആൾ ആ പ്രിൻസിപ്പളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ട്രേഡ് ഉണ്ടോ അല്ലെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ചെയ്യും. അത് ഇന്ന ട്രേഡ് എന്നൊന്നുമില്ല, എന്തൊക്കെയാണോ അയാൾക്ക് വേണ്ടി ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യുന്ന ഏജന്റിനെ നമുക്ക് യൂണിവേഴ്സൽ ഏജന്റ് എന്നും പറയും. അപ്പോൾ സ്പെഷ്യൽ ഏജന്റ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ പ്രവൃത്തി മാത്രമായിരിക്കും അയാൾ ചെയ്യുന്നത്. ജനറൽ ഏജന്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ട്രേഡിനാണ് നമ്മൾ അയാളെ ഏർപ്പാടാക്കിയെങ്കിലും ആ ട്രേഡുമായി റിലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്യും. യൂണിവേഴ്സൽ ഏജന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രിൻസിപ്പളിൻ്റെ ഏജന്റായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ പ്രിൻസിപ്പൾ എന്തൊക്കെയാണോ ഒരു ഏജന്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തീരുമാനിക്കുന്നത് അതെല്ലാം ഏജന്റ് ചെയ്യും. ഇന്ന കാര്യമേ ചെയ്യൂ എന്നൊന്നുമില്ല. ഒരു പ്രിൻസിപ്പളിന് എന്തൊക്കെ കാര്യമാണോ ഒരു ഏജന്റിനെ ഏൽപ്പിക്കാൻ പറ്റുന്നത് അതെല്ലാം ആ ഏജന്റ് ചെയ്യുന്നതായിരിക്കും. അതാണ് യൂണിവേഴ്സൽ ഏജന്റ്. അങ്ങനെ 3 ക്ലാസിഫിക്കേഷനാണ് ഏജന്റ് എന്ന് പറയുന്നത്.